ഹലോ എവരിവൺ. നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത നമ്മുടെ ബസന്ത് മേരെ ഗാവ് ക എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരുന്നത് ഫൂൽദേയി എന്ന ഒരു ഹിമാലയ് ഉത്സവ് അല്ലെങ്കിൽ ഹിമാലയ് ത്യോഹാർ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു ഫൂൽദേയി എന്നത് ഉത്തരാഖണ്ഡ് കെ സബ്സെ ബഡാ ബച്ചോം കാ ത്യോഹാർ എന്നറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. നമ്മൾ പറഞ്ഞു ആ ഒരു വസന്തിൻ്റെ സമയത്തിൻ്റെ ത്രൂ ഔട്ട് ഇവിടെ ഈ ഒരു കാലഘട്ടം മീൻസ് ആ ഒരു ടൈം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ചാപ്റ്ററിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഈ പാരഗ്രാഫിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. നോക്കുക. ഉധർ ബच्चे फूल देई के जश्न में शामिल होते हैं और इधर बड़े ढोल ढमाऊ की धाप पर चैती गीत गाते हैं. ഇവിടെ കുട്ടികൾ ഫൂൽദേയിയുടെ സെലിബ്രേഷനുമായിട്ട് നടക്കുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ താമസിക്കുന്ന ബഡേ എന്ന് വെച്ചാൽ വലിയ മുതിർന്ന ആൾക്കാർ അവർ ചെയ്യുന്നത് എന്താണ്? ഡോൾ ഡമാവു കി ധാപ്പ് പർ ചൈത്തി ഗീത്ത് ഗാത്തെ ഹെ. അവർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പാട്ടുകൾ പാടിക്കൊണ്ടാണ്. അപ്പോൾ അവർ ഢോൽ മീൻസ് ഒരു കൈൻഡ് ഓഫ് ചെറിയ ഡ്രം പോലത്തെ സാധനമാണ്. അത് യൂസ് ചെയ്ത് അതിൻ്റെ പാട്ടുകൾ അതിൻ്റെ സൗണ്ടിൽ പാട്ടുകൾ പാടും. ദെൻ ധാപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ ബീറ്റിനാണ് ധാപ്പ് എന്ന് പറയാം. ചൈത്തി ഗീത്ത് ഗാത്തെ ഹെ. അപ്പോൾ അവിടെ ഫൂൽദേയുടെ സമയത്ത് അവിടെ കൂടുതലായിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന പാടി വരുന്ന ഒരു പാട്ടാണ് ചൈത്തി എന്നുള്ള ഒരു ഗീത്. അപ്പോൾ അതിവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ചൈത്തി ഗീത് റിലേറ്റഡ് ടു ഫൂൽദേയി ഉത്സവ് എന്നെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. इन गीतों में पांडवों की हिमालय यात्रा के किस्से होते हैं और पहाड़ के वीरों के शौर्य गाथाएं भी शामिल होती हैं. ഈ ചൈത്തി ഗീതിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഹിമാലയത്തിലെ പാണ്ഡവ്, അതായത് നമ്മുടെ മഹാഭാരതത്തിലെ പാണ്ഡവരുടെ സ്റ്റോറീസും അവരുടെ ഹിമാലയ യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ് ഈ ഒരു ചൈത്തി ഗീത് ആ ഒരു പാട്ടിലെ കണ്ടന്റായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. പരമ്പരാഗത रूप में चैती गीत गाने वाले औजी जब गांव में धमकते हैं तो वहाँ भीड़ जम जाती है. ഇവിടെ പറയുന്നു, അതായത് പരമ്പരാഗത രീതിയിലുള്ള ഈ ഒരു കാലങ്ങളായി ഈ ചൈത്തി ഗീത് പാടുന്ന ആൾക്കാർ, അവരുടെ പേര് ഔജി എന്നാണ് അവരെ വിളിക്കുന്നത്. അതായത് ചൈത്തി ഗീത് പാടുന്ന ആൾക്കാരെ വിളിക്കുന്ന പേര് ഔജി എന്നാണ്, പാട്ട് പാടുന്ന ആൾക്കാർ. അവർ ഗാവ് മേ ധമക്തേ ഹെ തോ വഹാം ഭീഡ് ജം ജാത്തി ഹെ. ഈ ആൾക്കാർ ഈ ഗ്രാമത്തിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഭീഡ് എന്ന് പറഞ്ഞാൽ ക്രൗഡാണ്, ഭയങ്കരമായിട്ട് ആൾക്കാർ അവിടെ തിങ്ങി നിറയും. ബസന്ത് മേം സംഗീത് കെ സുർ ധുൽ ജാത്തെ ഹെ. അങ്ങനെ അവിടെ ആ ഒരു ബസന്തിൻ്റെ സമയത്ത് ഫൂൽദേയി, പിന്നെ അതിൻ്റെ കൂടെ തന്നെ സംഗീത് പാട്ടുകളുമായിട്ട് ഭയങ്കരമായിട്ടൊരു നല്ല ഒരു കമ്പൈൻഡ് അന്തരീക്ഷം അവിടെ ഉണ്ടാവും എന്ന് പറയാണ്. ഇനി അടുത്ത പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ, ബസന്ത് കി ഗുൻഗുനി ധൂപ്പ് ജബ് ദോപഹരി മേ തപാനെ ലഗ്തി ഹെ തബ് ഊഞ്ചെ ഹിമാലയ ശിഖറോം പർ ബുറാസ് ചട്ടക്നെ ലഗ്തെ ഹെ. ഇനി വീണ്ടും ആ ഒരു സമയത്തിൽ വരുന്ന ഒരു നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന ഒരു ചേഞ്ചിനെ കുറിച്ച് പറയാണ്. ബസന്ത് കി ഗുൻഗുനി ധൂപ്പ് എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ടുള്ള വെയിലിനാണ് ധൂപ്പ്, ഗുൻഗുനി ധൂപ്പ് എന്ന് പറയുന്നത്. ജബ് ദോപഹരി പർ തപ്പാനെ ലഗ്തി ഹെ. ദോപഹരി മീൻസ് ഉച്ച സമയമാകുമ്പോഴേക്ക് അവിടെ അങ്ങനത്തെ ഒരു വെയിൽ വരാൻ തുടങ്ങിയാണ്. ആ സമയങ്ങളിൽ തബ് ഊഞ്ചെ ഹിമാലയ ശിഖറോം പർ ബുറാസ് ചട്ടക്കിന് ലഗ്തെ ഹെ. അപ്പോൾ ഹിമാലയത്തിൻ്റെ ഉയർന്ന ശിഖരങ്ങളിൽ ബുറാസ് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഫ്ലവറിൻ്റെ പേരാണ്, ഒരു കൈൻഡ് ഓഫ് പൂക്കൾ അവിടെ അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ബുറാസ് കെ ഫൂൽ പഹാഡോം പർ ഷാൻഡാർ ലാലിമ ബിഛാ ദേത്തെ ഹെ. അങ്ങനെ ഈ ബുറാസ് എന്ന് പറഞ്ഞ ആ ഒരു പൂക്കൾ ആ മലമുകളിൽ മുഴുവൻ ഷാൻഡാർ ലാലിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര റെഡിഷ് കളറാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ പൂക്കൾ ഭയങ്കര റെഡ് കളറിലാണ് ഉണ്ടാവുക. മകർ സംക്രാന്തി സെ തപ്താ സൂരജ് അബ് നന്ദ പർവ്വത് സെ ചൗഖംബ പർവ്വത് കി ഓർ ബഡ്നെ ലഗ്താ ഹെ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ സൂര്യൻ, നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, ഓരോ ഡേ കഴിയുമ്പോഴും സൂര്യൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ്? നന്ദ പർവ്വത് സെ ചൗഖംബ പർവ്വത്, നടുവിലുള്ള നന്ദ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ചൗഖംബ എന്ന എൻഡിലെ പർവ്വത നിരകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഗംഗാമേ പാനി കി ധാര തേസ് ഹോ ജാത്തി ഹെ. അവിടെ ആ സമയങ്ങളിൽ എന്ത് സംഭവിക്കും? ഈ ചൂടില്ല മീൻസ് നമ്മുടെ മലമുകളിലും നമ്മുടെ ഹിമാലയത്തിലൊക്കെ ചൂട് വരിക എന്ന് പറഞ്ഞാൽ അവിടെ ജസ്റ്റ് തണുപ്പ് കുറയാമെന്ന് മാത്രമേ മീൻ ചെയ്യുന്നുള്ളൂ. അതായത് അവിടെ ഓൾറെഡി അവിടെ ഭയങ്കര ഐസി ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും. സോ അവിടെ ഈ ഒരു ചെറിയ വെയിലുകൾ വരുന്ന സമയത്ത് ഗംഗാമേ പാനിക്ക് ധാര, ഗംഗാ നദിയിൽ ഈ വെള്ളത്തിൻ്റെ നിരപ്പ് എന്താവും? ഉയരും. കാരണം മഞ്ഞുരുകിയിട്ട് നദി നിറയുമെന്നാണ് പറയുന്നത്. ठंड के मौसम में बर्फीले इलाकों से निचले इलाकों में उतरे पशुचारक वापस घरों को लौटने लगते हैं. ഈ സമയത്താണ് ആ ഒരു ഏരിയയിൽ നമ്മുടെ ഹിമാലയത്തിൽ നിന്ന്
ഈ ദൂരദേശങ്ങളിലേക്ക് വ്യാപാരത്തിനായിട്ട് പോയിട്ടുള്ള പശുചാരക് എന്ന് വെച്ചാൽ ഇടയന്മാരാണ്. ഈ വ്യാപാര സാധനങ്ങളൊക്കെ ആയിട്ട് അവിടുത്തെ ഇടയന്മാർ കുറേ ആടുകൾ അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വ്യാപാരമായിട്ട് നടക്കുന്നുണ്ട്. അവർ ദൂരദേശങ്ങളിൽ യാത്രകൾ ചെയ്താണ് ജീവിക്കുന്നത്. അവർ തിരിച്ചു വരുന്ന സമയം കൂടിയാണ് ഈ ഫുൾ ഡേയുടെ ആ ഒരു എൻഡിങ് ടൈം. ദെൻ അതിൻ്റെ ഒരു ആ സെലിബ്രേഷൻ ടൈമിലാണ് തിരിച്ചു വരാം. മഹീനോം തക് ഫൈലെ चार गाहों घने जंगलों और अनजान बस्तियों में भटकने के बाद अपने घर लौटने की खुशी उत्सव का माहौल रच देती है. ഇങ്ങനെ തിരിച്ചു വരുന്ന ഈ ഒരു പശുചാരക് അവർ ഒരുപാട് ഫൈലെ ചാർഗാഹ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മേയാനുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ അവർ ആടുകളൊക്കെ കൊണ്ടുപോകുമല്ലോ. അപ്പം അങ്ങനെയുള്ള മേച്ചിൽ സ്ഥലങ്ങൾ, ഘനെ ജംഗൽ കാടുകൾ, അഞ്ചാൻ ബസ്തിയാം അറിയാത്ത തെരുവുകൾ, അവർ ഭട്ടക്നേക്ക് ബാദ്, ഭട്ടക്ന മീൻസ് അവിടെ ഇങ്ങനെ അവർ റൗണ്ട് ചെയ്തിട്ട് വരികയാണ്, ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ അവർ വരുന്ന ഖുഷിക്ക് ഉത്സവ് കാ മാഹോൽ റച്ച് ദേത്തി ഹെ. അപ്പോൾ അവർ വരുന്ന ഒരു സന്തോഷം അവിടെ ഭയങ്കരമായിട്ടൊരു സെലിബ്രേറ്റിംഗ് ആ ഒരു മൂഡ് ഉണ്ടാക്കും എന്ന് പറയണം. വെഗീത് ഗാത്തെ ഹെ നാച്തേ ഹെ. അവിടെയുള്ള ആൾക്കാരെല്ലാവരും അങ്ങനെ പാട്ടുകൾ പാടും, അവരും കൂടെ പാടും. ദെൻ നാച്തേ ഹെ, ഡാൻസുകളൊക്കെ ചെയ്യും. പശുചാരകോं के साथ उनकी भेड़ बकरियां घोड़े खच्चर और कुत्ते भी होते हैं. ഇവർ വരുന്ന സമയത്ത് അവരുടെ കൂടെ ഭേഡ് ബക്കറിയാം, അവരുടെ കൂടെ എന്തുണ്ടാവും, അവർ കൊണ്ടുപോയിട്ടുള്ള ആടുകൾ, അതിങ്ങനെ ബാക്കിയായിട്ട് വരുന്ന ആടുകളുണ്ടായിരിക്കും. പിന്നെയോ ബക്കറി, ദെൻ ഘോഡെ ഖച്ചർ, കുതിരകളുണ്ടായിരിക്കാം, ദെൻ കഴുതകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ഇവർ ഒന്നിച്ച് അങ്ങനെയാണല്ലോ അവർ മേയ്ക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് അവർ തിരിച്ചു വരാം. റാസ്തേ മേ ആനെ വാലെ ഗാവും സെ ഉൻകാ ലേൻ ദേൻ ബി ഹോത്താ രഹ്താ ഹെ. അങ്ങനെ അവരുടെ യാത്രകളിൽ അവർ വഴിയിലുള്ള എല്ലാ ഗ്രാമങ്ങളുമായി നല്ല ഒരു ട്രേഡ് റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അവരോട് ഒരുപാട് സാധനങ്ങൾ, വ്യാപാര ബന്ധങ്ങളുണ്ടായിരിക്കും. അപ്പം ലേൻ ദേൻ എന്ന് പറഞ്ഞാൽ കച്ചവടമാണ്. അപ്പോൾ അവർ പോകുന്ന സമയത്ത് ഒരുപാട് ഗ്രാമങ്ങളുമായി കച്ചവട ബന്ധങ്ങളുണ്ട്. വേ ജാൻവറോം കെ സാത്ത് സാത്ത് കീടാ ജടി കരൺ ഓർ ചുരു ജൈസി ദുർലഭ ഹിമാലയി സാമഗ്രിയം. അപ്പോൾ അവരുടെ കച്ചവടം ചെയ്യുന്നത് എന്താ, മൃഗങ്ങളുടെ കൂടെ അവർ ഈ കീടാ ജടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹിമാലയത്തിൽ കണ്ടുവരുന്ന ഈ ഔഷധ ചില വേരുകളാണ്, കരൺ, ചുരു അല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഔഷധ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന, പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളാണ്, വേരുകൾ, അതുപോലെ ഈ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് ഇവർ സെയിൽ ചെയ്യുന്നത്, ഇവർ വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ സോ ഔഷധിയാം ബി ബേച്ച്ത്തെ ഹെ. അങ്ങനെ അങ്ങനെ ഔഷധങ്ങളാണ് അവർ കാര്യമായിട്ട് വിൽക്കുന്നത്. ഇൻ ഗാവും സെ എനിക്ക് ആ സദ്യവും കാ റിശ്ത ഹെ. അങ്ങനെയുള്ള ഈ ഗ്രാമങ്ങളുമായിട്ട് ഈ ഒരു പശുചാരക്ക് അവർക്ക് സദ്യവും കാ റിശ്ത ഹെ. അതായത് ഒരുപാട് സെഞ്ചുറീസ് ആയിട്ടുള്ള കണക്ഷനാണ്. ഇസിലിയെ ഉസി വക്ത് പൂരി കീമത്ത് ചുക്കാന ജറൂരി നെഹി ഹോത്ത. ഇതേ കാരണം കൊണ്ട് തന്നെ അവരുടെ യാത്രക്കിടയിൽ ഇതിൻ്റെ പൈസ കംപ്ലീറ്റ് ആയിട്ട് പൂരി കീമത്ത് മുഴുവനായിട്ട് അവർക്ക് പരിചയമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് മുഴുവൻ പൈസ വാങ്ങിക്കാറില്ല. അത് സൂചിപ്പിക്കുന്ന അവരുടെ ട്രേഡ് റിലേഷനാണ്, നല്ല ബന്ധമാണ്. ബർഫീലെ മൗസം മേ നിച്ചലെ ഇലാക്കോं की और जाते वक्त पुरानी वसूली की जाती है. അപ്പോൾ ഇവർ ഈ വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അതെന്തുകൊണ്ടായിരിക്കും? അവർ നമ്മളൊരു സ്നേഹബന്ധം കൊണ്ടാണ്. സോ ബർഫീലെ മൗസമ്മേ നിച്ചലെ ഇലാക്കോं की और जाते वक्त, താഴെയുള്ള ഈ അവർ തിരിച്ചു പോകുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത്. അതായത് പൈസ അവർ വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ. और मज़े की बात है कि नकद उधार के आंकड़े कहीं दर्ज नहीं होते. വളരെ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നക്കത് ഉദാർ, ഇവർ തമ്മിൽ കടം പറച്ചിലൊന്നുമില്ല. മീൻസ് അവർ ഫാമിലിയിലുള്ള ആൾക്കാരെ പോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ ആ ഗ്രാമവാസികളിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യും, ഇവരെ കയ്യിൽ അവർക്ക് കൊടുക്കുകയും ചെയ്യും. ചിലപ്പോൾ പൈസയെക്കുറിച്ച് അവർ ലോക് ചർച്ച നഹീ കർത്തെ ഹൈ. ക്യാഷിൻ്റെ ഒരു എക്സ്ചേഞ്ചിനെ കുറിച്ച് അവർ സംസാരിക്കില്ല. ചിലപ്പം തിരിച്ചു പോകുന്ന സമയത്തായിരിക്കും അവർക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പശുചാരക് ആ ആൾക്കാരും ഗാം വാലെ തമ്മിലുള്ള ഒരു ബന്ധം, റിശ്ത വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അവർ പറയുന്നു आपसी विश्वास के दम पर वर्षों से यहाँ लेन देन चल रहा है. आपसी വിശ്വാസ്, അവർ തമ്മിലുള്ള പരസ്പര വിശ്വാസം, അതിനാണ് ആപ്പസി വിശ്വാസം എന്ന് പറയുന്നത്. ഈ ഒരു ആപ്പസി വിശ്വാസം ഉള്ളത് കൊണ്ടാണ് വർഷോം സെ യഹ ലേൻ ദേൻ ചൽ റഹാ ഹെ, അവർ തമ്മിലുള്ള ഒരു ട്രേഡ് റിലേഷൻ ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ശരി, ഇനി അതിനകത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. आपसी विश्वास के दम पर वर्षों से यहाँ यह लेन देन चल रहा है, यहाँ गांव वालों की कौन सी विशेषता प्रकट होती है. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അതായത് അങ്ങനെയുള്ള വിശ്വാസം കീപ്പ് ചെയ്യുന്ന ഗാം വാലെ, ഈ ഗ്രാമവാസികളും പശുചാരകവും തമ്മിൽ അപ്പോൾ എന്ത് പ്രത്യേകതയാണ് അവരുടെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്നാണ്. സോ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? ഇപ്പം നമുക്ക് പറയാം, യ ലോക വിശ്വാസ് കാ സംബന്ധ ഹെ ഇൻ ലോഗോं के बीच. അവർ തമ്മിൽ ഭയങ്കര വിശ്വാസത്തിൻ്റെ ഒരു സംബന്ധമാണുള്ളത്. വേ ലോഗ് ഛൽ കപട് നഹി കർത്തെ ഹെ. ഛൽ കപട് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, പറ്റിക്കുന്നില്ല, അവർ യാതൊരു കള്ളത്തരങ്ങളും കാണിക്കുന്നില്ല, അല്ലേ? അപ്പോൾ നമ്മൾ വിശ്വാസമുണ്ട്. ഗാം വാലെ ഓർ പശുചാരകോं के बीच
विश्वास का संबंध है और साथ में वे लोग ഝൽ കപ്പട് नहीं करते हैं. അവർ പറ്റിക്കുന്നില്ല, അവർ ഒരു കള്ളവും കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ തമ്മിലുള്ള ഒരു റിസ്ത ബന്ധം വർഷങ്ങളായി നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫും കൂടി നോക്കാം. पशुचारकों के जत्थे जब गुजर जाते हैं तब गांव की जड़ में बहती गंगा से सटकर बनी सांपीली सड़क पर हलचल बढ़ जाती है. അപ്പോൾ പശുചാരകൻ്റെ ആ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെയുള്ള ഹിമാലയത്തിലുള്ള റോഡുകൾ അവിടെയൊക്കെ ഭയങ്കര റഷായിരിക്കും. ഒരുപാട് ആൾക്കാർ ഇവരെ കാണാൻ വേണ്ടി വരും. बद्रीनाथ, केदारनाथ, गंगोत्री और यमुनोत्री की ओर जाने वाले पैदल यात्री धामों से कपाट खुलते ही काफ़ी पहले आने लग जाते हैं. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇവിടുത്തെ മഞ്ഞൊക്കെ ഉരുകുന്ന സമയത്ത് അവിടുത്തെ റോഡുകളൊക്കെ വിസിബിൾ ആവും. അപ്പോൾ അവിടേക്കൊക്കെ യാത്രക്കാരുടെ എണ്ണം കൂടും. കൂടുതലായിട്ട് യാത്രക്കാർ എത്തുന്നത് ബദ്രീനാഥ്, കേദാർനാഥ്, ദെൻ ഗംഗോത്രി, യമുനോത്രി ഈ സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാരാണ്. അപ്പോൾ അവർ കുറേ മുമ്പേ തന്നെ ഈ മഞ്ഞ് ഉരുകുന്ന സമയമാകുമ്പോഴേക്കും അവിടേക്ക് എത്തും. അപ്പോൾ മനസ്സിലാക്കണം, വസന്തകാലിൻ്റെ ആ ഒരു മിഡിൽ ടൈം കഴിഞ്ഞ് പോകുന്ന സമയത്താണ് ഇവരെത്തുന്നത്. സുദൂർ ദക്ഷിൺ സെ ആനെ വാലെ മഹാത്മാ കൈ ബാർ ഹമാരെ ഗാവ് തക് ആ ജാത്തെ. അപ്പോൾ സുദൂർ ദക്ഷിൺ ഭാരതത്തിലുള്ള ഒരുപാട് മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർ ഈ ഒരു അവിടേക്ക് തീർത്ഥാടനത്തിനായിട്ട് അവിടേക്ക് എത്താറുണ്ട്. ഉനക്ക് ഹാത്ത് മേ ഏകതാര ഹോത്തെ. ഈ ആൾക്കാരുടെ കയ്യിൽ ഏകതാര, ഒരു സിംഗിൾ ആയിട്ടുള്ള സ്ട്രിങ്ങുള്ളൊരു വീണയാണ് ഏകതാര എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് വെച്ച് അവർ പാട്ടുകൾ പാടാറുണ്ട്. और उसके संगीत पर वे भजन गाते हैं. അപ്പോൾ ഒരു ഏകതാരയുടെ സൗണ്ടിൽ ഒരു സംഗീതത്തിൽ അവർ ഭജനകൾ പാടുന്നതാണ്. देन बद्रीनाथ और केदारनाथ के मुख्य पुजारी आज भी दक्षिण भारत से नियुक्त होते हैं. പറയുന്ന മറ്റൊരു കാര്യം, ഈ ബദ്രീനാഥ് ആൻഡ് കേദാർനാഥിലേക്കുള്ള മെയിനായിട്ടുള്ള പൂജാരി, അവിടെ പൂജ ചെയ്യുന്ന ആൾ ഇപ്പോഴും ദക്ഷിണ ഭാരത് സെ നിയുക്ത് ഹോത്തെ ഹെ. അവരെപ്പോഴും ദക്ഷിണ ഭാരത്തിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ പൂജയ്ക്ക് വേണ്ടി ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിലൊരു മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നമ്മുടെ അപ്പസി വിശ്വാസ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പോൾ പോർഷൻ ശ്രദ്ധിക്കുക, ഇത് വെച്ച് ആ ഒരു കാര്യം മനസ്സിലാക്കുക. ശരി, താങ്ക് യു.